പ്രിയമുള്ള മലയാളി പ്രേക്ഷകരെ, ഞാൻ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഗാന്ധിജിയുടെ നീതിശാസ്ത്രം എന്ന ചാനൽ പരമ്പരയുടെ 23-ാമത്തെ എപ്പിസോഡാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. ഈ എപ്പിസോഡിൽ അനിൽ ആൻ്റണിയും മോദിയുടെ ഡബിൾ എഞ്ചിനും എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാൻ ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നത്. അതിനു മുമ്പ് ഞാൻ പതിവ് പോലെ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് GK ബാബുരാജ് പടപ്പക്കര. കൊല്ലം ജില്ലയിലാണ് എൻ്റെ നാട്. അതുപോലെ തന്നെ ഞാനൊരു മത്സ്യത്തൊഴിലാളിയായി ജീവിച്ചതുകൊണ്ട് എനിക്ക് കാര്യമായ വിദ്യാഭ്യാസമൊന്നും ലഭിച്ചിട്ടില്ല. മാത്രമല്ല കാര്യമായ വിവരവും എനിക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും, എൻ്റെ പ്രേക്ഷകർ, എന്നോട് പൂർണ്ണമായും സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ചാനലിൻ്റെ കണ്ടൻറ്റിലേക്ക് കടക്കാം. പിണറായി വിജയൻ ശിവഗിരിയിൽ നടത്തിയ സനാതനധർമ്മ പ്രയോഗത്തെക്കുറിച്ച് റിപ്പബ്ലിക്കൻ TV-യിലൂടെ അർണാബ് ഗോസ്വാമി നടത്തിയ ഡിബേറ്റിൽ പങ്കെടുത്ത അനിൽ ആൻ്റണി മോശമല്ലാത്തൊരു രാഷ്ട്രീയക്കാരൻ്റെ പക്വതയും സഹിഷ്ണുതയും പ്രകടിപ്പിച്ചു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ അനിൽ ആൻ്റണി ആരോപിക്കുന്നത് പോലെ കോൺഗ്രസും ഇന്ത്യ മുന്നണിയും ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നുവെന്ന് സ്ഥാപിക്കുമ്പോൾ തൻ്റെ ഇപ്പോഴത്തെ അഭയകേന്ദ്രമായ BJP ജനങ്ങളെ ഒന്നിപ്പിക്കുന്നുവെന്നുള്ള ഒരു വ്യംഗ്യാർത്ഥമുള്ളതുകൊണ്ട് ചോദിച്ചു പോവുകയാണ്. കാശ് കൊടുത്ത് വോട്ട് നേടി വർഗീയലഹളയിലൂടെയും ആൾക്കൂട്ടക്കുലകളിലൂടെയും ജനങ്ങളെ ഭയപ്പെടുത്തി ഭരിക്കുന്ന BJPക്ക് എങ്ങനെയാണ് ജനങ്ങളെ ഒന്നിപ്പിൻ്റെയും യോജിപ്പിൻ്റെയും പാതയിലൂടെ കൊണ്ടുപോകുന്നതെന്ന് അനിൽ ആൻ്റണി ഒന്ന് വ്യക്തമാക്കണം. അതുപോലെ മുസ്ലിം പള്ളികളൊക്കെ ഇടിച്ചു നിരത്തി അമ്പലം പണിയുന്നത് പോലെ ക്രിസ്ത്യൻ പള്ളികളൊക്കെ ഇടിച്ചു നിരത്തി അമ്പലം പണിതാൽ അനിൽ ആൻ്റണി അതിനോട് യോജിക്കുമോ? അനിൽ ആൻ്റണി അത് വ്യക്തമാക്കണം. അതുപോലെ തന്നെ താങ്കളുടെ മോദിയുടെ രാഷ്ട്രീയ ഡബിൾ എഞ്ചിൻ ഭരണത്തെക്കുറിച്ച് പരാമർശിക്കും മുമ്പ് അനിൽ ആൻ്റണി രാഷ്ട്രീയ മറുകണ്ഠം ചാടിയതിൻ്റെ പശ്ചാത്തലം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. എന്നെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനകത്തെ ആരാധ്യനായിരുന്ന ആദ്യകാല നേതാവായിരുന്നു AK ആൻ്റണി. അന്ന് അദ്ദേഹം ആദർശവാദിയും പുരോഗമനവാദിയും യുക്തിവാദിയും നിരീശ്വരവാദിയും ഒക്കെ ആയിരുന്നു. പക്ഷെ പിന്നീട് അദ്ദേഹത്തിന് സ്ഥാനമാനങ്ങളൊക്കെ വന്നു ചേർന്നപ്പോൾ കൂടുതൽ സ്ഥാനങ്ങൾ കിട്ടുന്നതിന് വേണ്ടി ബിഷപ്പുമാരുടെയും പുരോഹിതന്മാരുടെയും മുന്നിൽ കൈകൂപ്പി നടന്നും കൈകൂട്ടിയും വിശുദ്ധ കുർബാന മേടിച്ചു തിന്ന് ആദർശമൊക്കെ ഉപേക്ഷിച്ച് അദ്ദേഹം രാഷ്ട്രീയത്തിൻ്റെ എല്ലാ സുഖഭോഗങ്ങളും അനുഭവിച്ചു തുടങ്ങി. അപ്പോഴേക്ക് ആരും ഒന്നും അറിയാത്ത കണ്ണുമടച്ച് പാല് കുടിക്കുന്ന പൂച്ചയെ പോലെ അദ്ദേഹം മന്ദനായും കുന്തനായും ഒക്കെ അഭിനയിച്ച് പാർട്ടിയെ നയിച്ചു. അപ്പോഴേക്ക് വ്യക്തിഗതമായ പുരോഗമന ആശയങ്ങളൊക്കെ ഉപേക്ഷിച്ചുവെങ്കിലും രാഷ്ട്രീയമായി ആദർശത്തിൻ്റെ പരകോടിയിലായിരുന്നു അദ്ദേഹം അഴിമതിയെന്ന് കേട്ടാൽ ഉടനെ രാജിയെന്ന് എഴുതി ശീലിച്ചതുകൊണ്ട് വളർച്ചയുടെ പടവുകളിൽ ആൻ്റണിക്കൊരിക്കലും മറ്റു കോൺഗ്രസ്സുകാരെ പോലെ പിന്നോക്കം പോകേണ്ടി വന്നിട്ടില്ല. അദ്ദേഹം എന്നും മുന്നേറിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു രാഷ്ട്രീയ സന്യാസിയായി, ക്രോണിക് ബാച്ചിലറായി, അതായത് ഒരു പൂച്ച സന്യാസിയായി രാഷ്ട്രീയത്തിൻ്റെ എല്ലാ സുഖഭൂയിഷ്ഠതകളും അനുഭവിച്ച് അദ്ദേഹം സന്യാസിയായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആ അവസ്ഥയിൽ അരിശം പൂണ്ട, അല്ലെങ്കിൽ ദുഃഖം പൂണ്ട, അതുമല്ലെങ്കിൽ അസൂയ പൂണ്ട കോൺഗ്രസ്സുകാരായ സുഹൃത്തുക്കളെല്ലാം കൂടി ചേർന്ന് അദ്ദേഹത്തെ 45-ാം വയസ്സിൽ പിടിച്ച് പെണ്ണ് കെട്ടിച്ചു. ദോഷം പറയരുതല്ലോ. അദ്ദേഹം നല്ലൊരു കുടുംബനായകനായും നല്ലൊരു ഭരണകർത്താവായും യാതൊരു അപവാദങ്ങൾക്കും കിംവദന്തികൾക്കും ഇടം കൊടുക്കാതെ മാന്യമായി തന്നെ ജീവിച്ചു. പക്ഷേ AK ആൻ്റണിയുടെ ഭരണ നേട്ടങ്ങളുടെ പട്ടികയിൽ അദ്ദേഹത്തിന് എക്കാലവും അപവാദമായി മുഴച്ചു നിൽക്കുന്നൊരു സംഭവം 96-ലെ ചാരായ നിരോധനമാണ്. അന്ന് വരെ നല്ല കരിമ്പിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന നാടൻ സ്പിരിറ്റ് കൊണ്ട് പട്ടച്ചാരായം ജനങ്ങൾക്ക് നൽകി 8 രൂപയ്ക്ക് 100 മില്ലി പട്ടച്ചാരായം നൽകി അന്ന്
പകലന്തിയോളം പണിയെടുക്കുന്ന കേരളത്തിലെ എല്ലാ തൊഴിലാളി വർഗങ്ങളും വൈകുന്നേരത്ത് അവൻ്റെ ക്ഷീണമകറ്റാൻ 8 രൂപ വെച്ച് കൊടുത്ത് 3-4 100 മേടിച്ച് കഴിച്ച് 10-40-50 രൂപ ചിലവഴിച്ച് അവൻ്റെ ക്ഷീണമകറ്റി സുഖമായി ജീവിച്ചു കൊണ്ടിരുന്ന അവസ്ഥയിലാണ് അദ്ദേഹം ചാരായ നിരോധനം പ്രഖ്യാപിച്ചത്. അതിനുശേഷം ഏപ്രിൽ 1-ാം തീയതി മുതൽ 375 മില്ലി മൊളാസിസ്, അത് മാരക വിഷമായ സ്പിരിറ്റ് കളറ് ചേർത്ത് 200-250 മുതൽ 500 രൂപ വരെ മേടിക്കുന്ന, അതായത് ഒരു തൊഴിലാളിയുടെ 300-200-500 രൂപ വരെ ഒരു ദിവസം നഷ്ടപ്പെടുത്തുന്ന ഒരു സാമൂഹ്യ അവസ്ഥ കേരളത്തിൽ സൃഷ്ടിച്ചെടുത്തു. അത് 28 വർഷത്തിന് ശേഷം ഇന്നും ഒരു ശാപഗ്രസ്തമായി നമ്മുടെ സൊസൈറ്റിയെ, സമൂഹത്തെ, കേരളീയത്തെ, ലോക്കൽ സമൂഹത്തെ ഇന്നും ബാധിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ്റെ സാമ്പത്തിക നട്ടെല്ല് എന്നും തകർത്തു കൊണ്ടുമിരിക്കുന്നു. പക്ഷേ അതിൻ്റെ ഗുണഫലമെന്ന് പറയുന്നത് ഏതാണ്ട് 1000-ലധികം വരുന്ന ബാറുടമകളും രാഷ്ട്രീയക്കാരും ഈ ചാരായ നിരോധനത്തിൻ്റെ, ആൻ്റണിയുടെ ചാരായ നിരോധനത്തിൻ്റെ ഭരണ നേട്ടങ്ങളുടെ ഫലമനുഭവിച്ച് കോടീശ്വരന്മാരായി വാണരുളുന്നു ഈ കേരളത്തിൽ ഇന്നും. ജനങ്ങൾ പട്ടിണിയിലും. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അനിൽ ആൻ്റണിയുടെ ഈ രാഷ്ട്രീയ പ്രവേശനം അച്ഛനെപ്പോലെ മുഖ്യമന്ത്രിയാകാനും കേന്ദ്രമന്ത്രിയാകാനും ഒന്നും കഴിഞ്ഞില്ലെങ്കിലും എന്തൊക്കെയെങ്കിലും ആയിത്തീരണമെന്ന് കരുതി കോൺഗ്രസിനകത്തൊരു രാഷ്ട്രീയ പ്രവർത്തകനായി കടന്നുകൂടി ഒന്നുമാകാൻ കഴിയില്ലെന്ന് ബോധ്യം വന്നപ്പോഴാണ് അദ്ദേഹം മോദി പ്രഭാവലയത്തിൽ ഞെട്ടിത്തെറിച്ച് അദ്ദേഹത്തിൻ്റെ പാളയത്തിലേക്ക് ചെന്നുപെട്ടത്. പക്ഷേ എന്ത് ചെയ്യാം, കന്യംഗത്തിൽ തന്നെ ബലൂൺ പൊട്ടിയതുപോലെ അനിൽ ആൻ്റണി പൊട്ടിപ്പോയി. അച്ഛൻ ആനപ്പുറത്ത് കയറിയെന്ന് കരുതി മോൻ്റെ ആസനത്തിൽ തഴമ്പ് വരുമോ? ഏതായാലും ഒരു തെരഞ്ഞെടുപ്പിലൂടെ ജനങ്ങളുടെ വോട്ട് നേടി ജയിച്ച് ഒരു മന്ത്രി കസേര കിട്ടുമെന്നുള്ള അനിൽ ആൻ്റണിയുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു. ആ നിലയ്ക്ക് ഇനിയിപ്പോൾ മോദിയുടെ അടുക്കളപ്പുറത്ത് വെന്തത് കിട്ടുന്നത് നോക്കി ചുറ്റിപ്പറ്റി നടക്കുകയല്ലാതെ മറ്റു പോംവഴിയൊന്നുമില്ല. അത് മാത്രമല്ല, കോൺഗ്രസിലും രക്ഷയില്ല, BJPയിലും രക്ഷയില്ല എന്ന് വന്നപ്പോൾ മോദി സ്തുതി തന്നെ ശരണം. എന്നാലും എൻ്റെ അനിൽ ആൻ്റണി, ഇത്രയും കടന്ന കൈക്കുള്ള മോദി സ്തുതി വേണോ? മോദി ഡബിൾ എഞ്ചിൻ ഭരണമെന്നൊക്കെ പറഞ്ഞ ഏത് കാര്യത്തിലൊക്കെയാണ് മോദിയുടെ ഡബിൾ എഞ്ചിൻ ഭരണം? ഞാൻ മനസ്സിലാക്കിയിടത്തോളം, എനിക്കറിയാവുന്നിടത്തോളം, രാജ്യത്തുള്ള മുസ്ലിം പള്ളികളൊക്കെ ഇടിച്ചു പൊളിച്ച് കളഞ്ഞ് അവിടെ അമ്പലങ്ങൾ പണിത് പൗരോഹിത്യ വേഷം കെട്ടി ജനങ്ങളെ, നിരക്ഷരരായ ജനങ്ങളെ കബളിപ്പിക്കുന്നതിന്, അവരുടെ വോട്ട് തട്ടിയെടുക്കുന്നതിനും മോദി ഡബിൾ എഞ്ചിൻ തന്നെ. പിന്നെ രാജ്യത്തിൻ്റെ പൊതുമേഖലാ സമ്പത്തെല്ലാം തൻ്റെ സുഹൃത്തുക്കളായ അദാനിക്കും മറ്റുള്ള എല്ലാ ക്യാപിറ്റലിസ്റ്റുകൾക്കും, മുതലാളിമാർക്ക് എഴുതി കൊടുത്ത് രാജ്യത്തെ ജനങ്ങളെ വഴിയാധാരമാക്കുന്നതിലും മോദിജി ഡബിൾ എഞ്ചിൻ തന്നെ. കൂടാതെ നിത്യേന ഗ്യാസിൻ്റെയും പെട്രോളിൻ്റെയും വില ഉയർത്തി സാധാരണ ജനങ്ങളെ പട്ടിണിയിലാക്കുന്നതിനും മോദിജി ഡബിൾ എഞ്ചിൻ തന്നെ. അത് മാത്രമല്ലല്ലോ, കർഷകർക്ക് വില കിട്ടാതെ കർഷകരെല്ലാം ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ രാജ്യത്ത് കാർഷിക സമരം നടത്തിയാൽ വർഷങ്ങളായാൽ പോലും അതിനൊരു തീർപ്പ് കൽപ്പിക്കാതെ കർഷകരെയൊക്കെ കള്ളക്കേസിൽ കുടുക്കി അവരെ ജയിലിലടയ്ക്കുന്നതിനും മോദിജിയുടെ ഭരണം ഡബിൾ എഞ്ചിൻ തന്നെ. മാത്രമാണോ, നമ്മളൊക്കെ എന്ത് കഴിക്കണമെന്നും എന്ത് കഴിക്കണ്ടെന്നും തീരുമാനിക്കുന്നതും മോദിജി തന്നെ. അതിനെതിരായി എന്തെങ്കിലും ഒന്ന് ശബ്ദിച്ചാൽ മണിപ്പൂർ പോലെ രാജ്യമാകെ വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കാനും ജനങ്ങളെ തമ്മിലടിപ്പിച്ചും കൂട്ടക്കൊല നടത്തിയും ആൾക്കൂട്ടക്കൊല നടത്തിയും രാജ്യത്ത് നശിപ്പിക്കുന്നതിനും മോദിജി ഡബിൾ എഞ്ചിൻ തന്നെ. അതൊക്കെ അനിൽ ആൻ്റണിക്ക് സമ്മതിക്കാതിരിക്കാൻ പറ്റുമോ? ഇനി രഹസ്യമായി ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ.
തിരുവനന്തപുരത്ത് വഴുതക്കാടുള്ള സ്വന്തം വസതിയിൽ ചെന്നിരുന്ന് ഞങ്ങളുടെ എലിസോത്താൻറ്റി വെച്ച് തരുന്ന ബീഫ് ഉലത്തിയതും ബീഫ് വറുത്തതും കപ്പ പുഴുങ്ങിയതും പുഴുക്കും കൂട്ടി ഏതെങ്കിലും ഒരു BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പോയി അനിൽ ആൻ്റണിക്ക് കഴിക്കാമോ? നമ്മുടെയൊക്കെ അപ്പനപ്പാപ്പന്മാർ മുതൽ ശീലിച്ചു വന്ന നമ്മുടെ പാരമ്പര്യ ഭക്ഷണം പോലും നിഷേധിക്കുന്ന വർഗീയ കോമരങ്ങളുടെ കൂടാരത്തിൽ കിടന്ന് ശാനൻ കുരയ്ക്കുന്നത് പോലെ കൂടാരത്തിൽ കിടന്ന് അമേദ്യം കഴിച്ച് ആസ്വദിച്ച് ശാനൻ കുരയ്ക്കുന്നത് പോലെ കുരയ്ക്കാതെ ആണത്തമുണ്ടെങ്കിൽ തൻ്റെ അപ്പൻ്റെ പാരമ്പര്യം നിലനിർത്താനെങ്കിലും രാജി എന്ന 2 അക്ഷരം എഴുതാൻ അറിയാത്തത് കൊണ്ട് ആ ഗതികേടിൽ കിടന്ന് നട്ടം തിരിയുന്ന അനിൽ ആൻ്റണി ഒരു ശാപമായി ഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ തന്നെ ഇനി അത് പറയാതിരിക്കാൻ നിർവാഹമില്ലാത്തത് കൊണ്ട് നിങ്ങൾ അനിൽ ആൻ്റണി മോദിസ്തുതി നടത്തി നീണാൾ വാഴട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് നിർത്തുന്നതിന് മുമ്പ് പറയുന്നു, നാണമില്ലാത്തവൻ്റെ ആസനത്തിൽ അരയാലി കളിച്ചാൽ അതും അവനൊരു തണലാണ് എന്ന് അനിൽ ആൻ്റണി തെളിയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പ്രിയമുള്ള പ്രേക്ഷകരെ, എൻ്റെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും എന്നോട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. ലാൽ സലാം സഖാക്കളെ, ലാൽ സലാം ജനങ്ങളെ.